ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം ഞാൻ പറയാൻ പോവാം. ഖബറിന്റെ അകത്തേക്ക് നമ്മളെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചു. നിങ്ങളെ ശ്രദ്ധ മുഴുവൻ ഇങ്ങോട്ടേക്ക് വരണം. ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഉമ്മയും ബാപ്പയും എല്ലാവരും കടന്നു പോകും. ആ കടന്നു പോകുന്നതിന്റെ കാലിന്റെ ശബ്ദം ആര് കേൾക്കും? ഈ ഖബറിൽ കിടക്കുന്ന ഈ മനുഷ്യർ കേൾക്കുമെന്നാണ്. ഖബറിൽ നമ്മൾ അടക്കിയിട്ട് കടന്നു പോകുമ്പോൾ ആ ശബ്ദം ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ കേൾക്കുകയാണ്. അവര് പറയും, മോനെ പോകാനോടാ, നിനക്ക് വേണ്ടിയല്ലേടാ ഞാൻ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ഖത്തറില്, അബുദാബിയില്, ഒമാനില് നാട്ടില് പട്ടി ഓട്ടം ഓടിച്ചിട്ട് വലിയ വണ്ടി ഓടിച്ചിട്ട് നിനക്ക് വേണ്ടിയല്ലേടാ ഞാൻ കഷ്ടപ്പെട്ടത്. നീ ഓടേണടാ മോനെ, ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കണ്ടേടാ. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദര, നമ്മളെ ഖബറടക്കിയിട്ട് ആദ്യമായി ആ പള്ളിക്കാട്ടിൽ നിന്ന് ഓടുന്നത് ആരാ? നമ്മുടെ മക്കൾ തന്നെയാണ്. മക്കൾ ഓടുകയാണ്. കാരണം എന്താണെന്നറിയോ? മക്കൾ ഓടാനുള്ള കാരണമുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ ചെല്ലുമ്പം വാപ്പാല ഓഹരി ഉണ്ടല്ലോ, ഓഹരി അത് മേടിക്കും. കാരണം അത് വാപ്പ ഏത് മക്കൾ, 4 മക്കളുണ്ടെങ്കിൽ ഏത് മക്കൾ എടുക്കുമെന്ന് അറിയത്തില്ലല്ലോ എന്ന് പേടിച്ചു കിടക്കാം. ഒരു സ്ഥലത്ത് നടന്ന കാര്യം ഞാൻ പറഞ്ഞു, വെറുതെ തമാശ പറ്റി കാണണ്ട. ഉമ്മ മരിച്ചു കിടക്കും. ഉമ്മ മരിച്ചു അന്ന് രാത്രി, ഉമ്മ മരിച്ചു. അപ്പൊ ഉമ്മായെ നോക്കിയിരുന്ന വീട്ടിലെ മോളുണ്ടല്ലോ, ആ മോള് ഉമ്മാന്റെ അടുക്കൽ ഇങ്ങനെ വന്നിരുന്നിട്ട് ഉമ്മാനെ കാതിൽ 2 സ്വർണ്ണക്കമ്മലൊക്കെ ഉണ്ട്. താത്താമാർക്ക് പിന്നെ സ്വർണത്തിനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ഈ സഹോദരി എന്ത് ചെയ്തു? ഈ സഹോദരി അടുത്ത് വന്നിരുന്നിട്ട് ഉമ്മ മരിച്ചു കിടക്കാണ്. ഉമ്മ പോയല്ലോ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണം ഇങ്ങനെ പൈക്ക് ഊരിയൊക്കെ എടുക്കുക. മനസ്സിലായില്ലേ? ഉമ്മ നിങ്ങൾ പോയോ? ഉമ്മ തങ്ങക്കൂടെ ഉമ്മ മരിക്കാൻ വേണ്ടി കാരണം ഉമ്മ പാവ അവിടെ കിടന്ന് അനുഭവിച്ചു പടച്ചോ ഇത് പോണില്ല. അങ്ങനത്തെ മക്കളുള്ള കാക്കുമാറാകട്ടെ. അപ്പൊ ഈ മോള് ദുആ ചെയ്തത് ഉമ്മ മരിക്കാൻ വേണ്ടി. അമ്മ മരിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഉമ്മ പോയോ ഉമ്മ എന്ന് പറഞ്ഞ് സ്വർണ്ണം ഊരിയെടുത്തു. അപ്പൊ ഇത് ആര് കണ്ടെന്നറിയോ? അവിടെ നിന്ന് ചെറുമോൻ കണ്ടു. ചെറുമോൻ പറഞ്ഞു, അടുത്ത ഉമ്മാട്ട് പോയി പറഞ്ഞു, ഉമ്മ കുഞ്ഞുമ്മ ദുആക്കി എടുത്തോണ്ട് പോണുണ്ട്, വേണമെങ്കിൽ പോയി പിടിച്ചോ. ഓടി വന്നപ്പോ അല്ലേ ഉമ്മാനെ കൈത്തേ കിടക്കണ സ്വർണം കാണാനില്ല. അത് മോളെടുത്തു. മോൾ എന്നിട്ട് പറഞ്ഞു, ഞാനല്ലേ ഉമ്മാനെ നോക്കിയത്. അപ്പൊ അടുത്ത മക്കൾ വന്നു, നീ ഇന്നലെ നോക്കിയെങ്കിൽ മെരിഞ്ഞാണ് ഞാനില്ലേ നോക്കിയത്. ഇന്നലെ വരെ ആർക്കും പ്രശ്നമില്ല. ഇന്ന് വീട്ടിനകത്ത് അടിയാണ് പ്രിയപ്പെട്ടവർ. ഉമ്മ മരിച്ചടക്കും. ഉമ്മ ഇവിടെ കിടക്കുക, കാലിൽ ഇങ്ങനെ കിടക്കുക. മക്കള് 4 അവിടെ കിടന്നടി, ഇവിടെ കിടന്നടി. ഉമ്മാക്കുള്ള കാലിൽ കിടന്ന കുരിശ് കണ്ടില്ല, ഉമ്മാക്കുള്ള ചെവി കിടന്ന് അത് കണ്ടില്ല. നിനക്കല്ലേ ഉമ്മ 1 ഏക്കർ തന്നത്, എനിക്ക് 10 സെന്റ് തന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണിന്റെ മുന്നില് നമ്മുടെ മക്കൾ അടികൂടുന്ന കാലമാണ്. ശരിയല്ലേ സഹോദര? ആണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാ, മക്കളെ കണ്ടിട്ടൊന്നും അധികം അങ്ങോട്ട് സന്തോഷിക്കണ്ട. മക്കളെ കണ്ടിട്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ മക്കളെ, അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് പറയാണ്, ചെയ്യാനുള്ളത് സ്വയമായിട്ട് ചെയ്തു വെച്ചു. ഇന്ന് എല്ലാരും മക്കൾക്ക് വേണ്ടി ജീവിക്കുക. ചോദിക്കുമ്പോ എന്റെ മോളും എന്റെ പൊന്നുമോളല്ലോ അവക്ക് എന്താണെന്നോ ആ ഒരു ആദിയും ആ ഒരു ആവലാദിയമേ ഉള്ളൂ. ഞാൻ പേടിച്ചു. തുടങ്ങാമോ? ഇപ്പൊ നമ്മളെവിടെ നിർത്തിയത്? മഴ പെയ്തതിന്റെ തണുപ്പിരിക്കണമെന്ന് തോന്നുന്നു. നമ്മളെവിടെ നിർത്തിയത്? ശ്രദ്ധിച്ചു വയ്ക്കണ്ടിരിക്കുക. എല്ലാരും എഴുന്നേറ്റാണ്. നോക്കട്ടെ, എല്ലാരും എഴുന്നേറ്റ് ഉഷാറാക്കി. മാഷാ, ഒരു 3 സ്വലാത്തിലേക്ക് ആവേശത്തോടെ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഉഷാറായില്ലേ? നടുവയ്യ ഉസ്താദേ. കാരണം സഹോദരങ്ങളെ, പണ്ടൊക്കെ നമ്മളെ ഉപ്പമാരും ഉമ്മമാരൊക്കെ ഇന്ന് ഏറ്റവും താത്താമാർക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കാലത്ത് നടുവേദന ഉണ്ടാകാതിരിക്കേണ്ടത്. കാരണം പോയി 2 കൊടുത്ത എല്ലാ അടുക്കളയിൽ നിന്ന് വരും. ഇപ്പൊ മറ്റൊരു യന്ത്രം ഉണ്ടല്ലോ, രാവിലെ ഒരു കോഫി, മറ്റാൾക്ക് ഒരു കോഫി, അപ്പൊ ഒരു കോഫി ഉമ്മറപ്പടിയില്. കാരണം ആ കാലഘട്ടത്തിലെത്തി. വാഷിംഗ് മെഷീൻ ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് വരെയാണ്.
അപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാം ഉണ്ട്. എന്നിട്ട് ഇന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്കും ഉമ്മമാർക്കും നടുവേദന അല്ലേ? നടുവേദന ഇല്ലാത്ത ആരുമില്ല. ഇതിപ്പം കടയിൽ പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട്, ഇത് 3 വാങ്ങിച്ച് തേച്ചാൽ നടുവേദന അപ്പൊ എല്ലാ ഉമ്മമാരും അത് പോയി മേടിക്കും. അത് പോയി തേക്കുമ്പോ അതിനേക്കാൾ കാരണമല്ല, അവരിത് കച്ചവടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ എന്റെ ഉമ്മമാര് ഇപ്പൊ നടുവും തേച്ച് ഇങ്ങനെ നടക്കാ. എന്റെ ഉമ്മ, നിങ്ങളോട് ഞാൻ എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ അവിടെ ഇങ്ങനെ കേൾക്കും, ഞാൻ അവിടെ ഇങ്ങനെ നോക്കും. കാരണം കേൾക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയത്. ഇവിടെ കറക്റ്റല്ലേ? അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ, അപ്പൊ അങ്ങനെ നടുവേദനയും ശരീരവേദനയൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ മാറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നവിടാണ്, ഉമ്മമാര് മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രിയപ്പെട്ട മക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ പരിപാടി ഉമ്മമാരെ സാധനം പറ്റും നോക്കണം, സ്വർണ്ണമൊക്കെ മലക്കമല ആ ഒരു അവസ്ഥ. അതുകൊണ്ട് ഉള്ളതൊക്കെ പഠിച്ചവന്റെ പള്ളിക്ക് ദീനിനെ കൊടുത്തിട്ടിരിക്കാൻ ഞാൻ പറയില്ല, അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. ഉള്ളത് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ചെയ്യേണ്ടിയുള്ളത് എന്തെങ്കിലുമൊക്കെ സ്വയമായിട്ട് ചെയ്തു വെക്കും പ്രിയപ്പെട്ടവരെ. നാളെ അല്ലാഹുവിന്റെ പാരത്രികമാകുന്ന പരലോകത്തേക്ക് കൊണ്ടുപോകാം, കബറിലേക്ക് കൊണ്ടുപോകാം. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ജീവിക്കും പ്രിയപ്പെട്ടവര്. കാരണം നാളെ മരിക്കുമ്പോ മക്കൾ വരാത്ത കബറുണ്ടല്ലോ, മാതാപിതാക്കൾ വരാത്ത കബറുണ്ടല്ലോ. ആ കബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ടതോ നീ ചെയ്ത കൂട്ടിയ അമലുകളുമായി എങ്ങോട്ട് ചെന്നു പോയാ നിന്നെ രാജാവിനെ പോലെയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് അമലുമായിട്ട് അങ്ങോട്ട് ചെന്ന രാജാക്കന്മാരെ സ്വീകരിക്കുന്നത് പോലെ കബറിന്റെ ഉള്ളിൽ സ്വീകരിക്കും. ഇനി ഒന്നുമില്ല, ദുനിയാവിൽ എല്ലാ തെറ്റും ചെയ്തു കൂട്ടി, എല്ലാ ഹറാമും ചെയ്തു, ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെന്ന എന്റെ പൊന്നു സഹോദരങ്ങളെ, നിനക്കവിടെ കിട്ടാൻ പോകുന്നത് ഭയാനകരമായ ശിക്ഷയാണ്. അങ്ങനെ നിന്നെ കൊണ്ടുപോയി കബറിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇറക്കി വെച്ചു. എല്ലാരും പിടിമണ്ണ് വാരി എറിഞ്ഞു. അവിടെ നിന്ന് 3 കഷണം പലകയിൽ വെച്ച് എല്ലാരും പോയി. അതിനുശേഷം കബറിൽ 2 മലക്ക് വരും. ആരാ മോനെ 2 മലക്ക് വരുന്നത്? അങ്ങനെ പറ, കബറിൽ വരുന്ന 2 മലക്കുകൾ ആരാ? മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്റെ പ്രിയമുള്ളവരെ, കബറിലേക്ക് നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ആ കബറിന്റെ ഉള്ളിലെ മുൻകർ നക്കീർ എന്ന 2 മാലാഖമാര് വരുന്നതിന് മുമ്പ് ഒരു മലക്ക് വരുന്നതാ. ഇനി പറയുന്ന 2 പ്രിയപ്പെട്ടവര് മദീനയുടെ പരിസരത്ത് കടന്നു വന്നവര് ശ്രദ്ധയോടെ കേൾക്കണ്. വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന വാല് കേട്ടാലും കുഴപ്പമില്ല, നാളെ അനുഭവിക്കാൻ പോകുന്ന കഥകൾ എണ്ണി ഞാൻ പറയുകയാണോ. നിന്നെ കബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവെക്കുമ്പോ 2 മലക്ക് വരുന്നതിന് മുമ്പ് വരുന്ന ഒരു മലക്കുണ്ടോ. ആ മലക്കിന്റെ പേരാണ് മലക്കിന്റെ പേരാണ് റൗമാനോ. റൗമാനെന്ന മലക്കതാ നിന്റെ കബറിലേക്ക് ഇറങ്ങി വരികയാ. ആ കബറിന്റെ ജോലി എന്തെന്നറിയാ, മലക്കിന്റെ ജോലി എന്തെന്നറിയോ പ്രിയപ്പെട്ടവര്. നിന്റെ കബറിലേക്ക് ഇറക്കി വെക്കുന്നു, എല്ലാവരും കടന്നു പോകുന്നു. ആ സമയത്തൊരു ഇടിമുഴക്കം പോലെ ശബ്ദം ഇങ്ങനെ കബറിൽ കേൾക്കുകയാണ്. ആ സമയത്തതാ ഞാനും നിങ്ങളും കബറിൽ നിന്നൊരു ഞരക്കത്തോടെ എഴുന്നേൽക്കുമ്പോ അതാ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ റൗമാനെന്ന മലക്ക് നിൽക്കുകയാ. ആ റൗമാനെന്ന മലക്കിനെ കാണുമ്പോഴേ നമ്മളങ്ങ് പേടിച്ചു പോവുകയാ. നിങ്ങളാരാ? ആ മലക്ക് പറയും, ഞാൻ റൗമാനോ. എന്തിനാ കടന്നു വന്നതെന്ന് ചോദിച്ചപ്പോ ആ മലക്ക് ഇവിടെന്ന് പറയുകയാണ്, എഴുതടാ എഴുതടാ, നിന്റെ ജീവിതകാലത്തിലോ നീ ചെയ്തു കൂട്ടിയ സകലமான പാപങ്ങളും എഴുതി കൂട്ട്. ആ സമയത്ത് ഞാനും നിങ്ങളും പറയുന്ന ഒരു വാക്കുണ്ടോ, അതിനെഴുതാൻ എന്റെ കയ്യിൽ പേപ്പറില്ലല്ലോ, എന്റെ കയ്യിൽ പേനയില്ലല്ലോ, മഷിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ എഴുതുന്നതെന്ന് ദുഃഖത്തോടെ റൗമാനെന്ന മലക്കിനോട് ചോദിക്കുമ്പോ റൗമാനെന്ന മലക്ക് നമ്മളോട് പറയുകയാ, അതിനെന്തിനാണ് കരയുന്നത്? നിനക്ക് നിന്റെ ബാപ്പയും നിന്റെ കൂടപ്പുറത്തും വാങ്ങിച്ചു തന്ന കവം തുണിയുണ്ടല്ലോ, ആ കവം തുണിയാണ് നിന്റെ പേപ്പറോ. ആ കവം തുണിക്കകത്ത് എഴുതടാ. ആ സമയത്ത് പറയും, എനിക്ക് പേനയില്ലല്ലോ, എന്റെ കയ്യിന്റെ ചൂണ്ടുവിരലുണ്ടല്ലോ, ആ ചൂണ്ടുവിരലാണ് നിന്റെ പേന. മാത്രമല്ല നിന്റെ ഉമിനീരുണ്ടല്ലോ, ആ ഉമിനീർ
കണ്ണീരാണ് നിന്റെ മഷേ. ഇനി നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും അതിനകത്തിരുന്ന് എഴുതടാ മോനെ എന്നവിടുന്ന് റഹ്മാൻ എന്ന മലക്ക് പറയുകയാ. അപ്പൊ നമുക്ക് മേടിച്ചു തരുന്ന കഫൻതുണി ഉണ്ടല്ലോ, അത് വെറും ഒരു കഫൻതുണിയല്ല പ്രിയപ്പെട്ടവരെ, വെറും ഒരു കഫൻതുണിയല്ല. ചിന്തിക്കണം, അതിനകത്ത് ചെയ്തു കൂട്ടിയ സകലമായ തെറ്റുകളും കുറ്റങ്ങളും എഴുതേണ്ടിയുള്ള സാധനമാ. അങ്ങനെ നമ്മൾ മലക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുമ്പോ തന്നെ പേടിച്ചു നോക്കുമ്പോ പറയും ഞാൻ റഹ്മാനാണ്, ചെയ്തു പോയ എല്ലാ പാവങ്ങളും എഴുതാൻ പറയും. ഇതിനകത്തിരുന്ന് നമ്മുടെ ഈ ചുണ്ടുവരലുണ്ടല്ലോ, സകലമായ തെറ്റുകളും ചെയ്ത സകലമായ ആളുകളെ മുഖത്തും കൈ ചൂണ്ടി ചൂണ്ടുവരല്, ആ ചൂണ്ടുവരൽ കൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതും. അപ്പുറത്തെ ആയിഷ പറഞ്ഞതും, ഇപ്പുറത്തെ സൂറാഖ് പാര വെച്ചതും, അപ്പുറത്തെ പള്ളി സെക്രട്ടറിയെ ചീത്ത വിളിച്ചതും, ഇപ്പുറത്തെ ആൾക്കാരെ കുറ്റപ്പെടുത്തിയതും എല്ലാം ഉമ്മ എഴുതി വെച്ചോ. സകലമായ കാര്യങ്ങളും അതിനകത്തിരുന്ന് ഇങ്ങനെ കുറ്റി എഴുതാണ്. ആ സമയത്ത് നന്മയും എഴുതണം. രണ്ടും എഴുതിയിട്ട് എന്റെ പ്രിയമുള്ളവരെ, പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥി പേപ്പർ കൊടുക്കുന്നത് പോലെ നമ്മൾ എല്ലാം എഴുതിയിട്ട് ബഹുമാനം എന്ന മലക്കിന്റെ കയ്യിൽ കൊടുക്കാം. നമ്മളെല്ലാ നന്മകളും തിന്മകളും എല്ലാം എഴുതി കഴിഞ്ഞു. എന്നിട്ട് ആ പേപ്പർ നേരെ റഹ്മാൻ എന്ന മലക്കിന്റെ കയ്യിൽ കൊടുക്കുമ്പോ റഹ്മാൻ എന്ന മലക്ക് എന്ത് ചെയ്യുന്നറിയോ? അവിടുന്ന് ആ സാധനം, ആ എഴുതിയ സാധനം നമ്മളെ കഴുത്തിലേക്ക് ഇങ്ങനെ കെട്ടിത്തൂക്കി തരും. ആ നന്മയും തിന്മയും എഴുതിയ പേപ്പറ് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി തരും. അതിൽ നന്മകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എങ്കിൽ നമ്മുടെ ശരീരം ഇങ്ങനെ തല ഇങ്ങനെ പൊങ്ങി നിൽക്കും. സഹോദരങ്ങളെ, നന്മയാണ് കൂടുതലുള്ളതെങ്കിൽ നമ്മുടെ ശരീരം ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഇനി അതിലെങ്ങാണ് തിന്മയാണ് കൂടുതലുള്ളത് എങ്കിൽ ആ പേപ്പർ തൂക്കി തരിക്കുമ്പോ മുടിച്ചിറയിലെ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളുടെ ശരീരം ആ ഭാരം, ആ പാപഭാരത്താൽ നിങ്ങളുടെ ശരീരം ഇങ്ങനെ കുനിഞ്ഞു നിൽക്കും. ആ സമയത്ത് നിന്നോട് ദേഷ്യപ്പെട്ടിട്ട് ബഹുമാനം മലക്ക് കടന്നു പോകും. നേരെ മറിച്ച് നീ ഉയർന്നു നിൽക്കുന്ന ആളാണെങ്കിൽ സന്തോഷത്തോടെ മോനെ സ്വർഗവാടാ എന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ട് ആ മലക്കങ്ങ് പോകും. അതിനുശേഷമാണ് ഭീകരമായ കവർ കാണാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നിസാരമല്ല. ഭൂമിയുടെ താൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണിത്. നമ്മുടെ ഉമ്മമാർ അനുഭവിച്ചതാണോ, നമ്മുടെ വാപ്പമാര് അനുഭവിച്ചതാണ്, നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നതാണ്. അതാ കടന്നു വരികയാ മലക്കാനിയ രണ്ട് കറുത്തിരണ്ട രണ്ട് മാലാകമാരോ ഒരു വല്ലാത്ത കറുത്ത രൂപത്തോടുകൂടി ആ മലക്കിങ്ങനെ കടന്നു വരികയാണ്. ആരാണ് രണ്ട് മാലാകമാരോ അതാ കബറിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുകയാണ്. കബറിന്റെ ഉള്ളിലേക്ക് കയറുന്നു. ആ സമയത്ത് രണ്ട് മലക്കുകൾ നോക്കുമ്പോ ആ മനുഷ്യൻ കുനിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ നേരത്തെ റഹ്മാൻ എന്ന മലക്ക് കൈത്തിൽ തൂക്കി തന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ ദുഃഖഭാരത്താൽ കുനിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ മലക്കുകൾക്ക് മനസ്സിലാകും ഇവൻ നരകാവകാശിയാ. അവന്റെ മുന്നിലെ ഭീകര സ്വഭാവത്തോട്, ഭീമത്സമായ സ്വഭാവത്തോട് മുന്നറും നക്കീറെന്ന മലക്ക് ചോദ്യം ചോദിക്കുകയാണ്. പറയടാ എന്നിങ്ങനെ ചോദിച്ചിട്ട് രണ്ടുകൊണ്ട് നിന്നെ അടിക്കുകയാ. നീ കബറിന്റെ അകത്ത് കിടന്ന് കൊലവിളി വിളിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. അല്ലാ രക്ഷിക്കണേ അല്ലാ. സമയത്ത് മലക്കുകൾ പറയുന്നവരെ വാക്കുണ്ടോ, നിനക്ക് നേരത്തെ വിളിക്കാൻ പാടില്ലായിരുന്നോ? നിന്റെ കണ്ണിന്റെ മുന്നിലോ അസറായിരുന്ന മലക്ക് കടന്നു വന്നപ്പോ നീ ഒന്ന് വിളിച്ചിരുന്നെങ്കിലാ നിനക്ക് പടച്ചവരെ വിളിച്ചിട പള്ളിയുടെ പള്ളിയിൽ നിന്ന് പാക്ക് കേൾക്കുന്ന നേരത്തെ നിനക്കൊന്ന് പള്ളിയിൽ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിലാ നിനക്ക് ഇതുപോലെ കൊലവിളി വിളിക്കേണ്ടി വരില്ലായിരുന്നല്ലടാ എന്ന് പറഞ്ഞിട്ട് രണ്ടുകൊണ്ട് മലക്കുകൾ അടിക്കുകയാ.
എന്നിട്ട് കബറിന്റെ പിന്നിലുള്ള അതാപുകൾ പറയാ. ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവര്. നിന്റെ കബർ തീ കൊണ്ട് കത്തിക്കുകയാണ്. ആ കബറിനകത്ത് തീ നിറച്ചു തരികയാണ്. ആ കബറിൽ താക്കുകയാണ്. അല്ലാഹുവേ, പിന്നെ അവൻ കിടന്ന് അനുഭവിക്കുന്നത് വല്ലാത്ത വേദനയാണ് പ്രിയപ്പെട്ടവര്. ഇനിയെങ്ങാനും നീ ദുനിയാവിന്റെ ലോകത്തോ നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്തവനാണെങ്കിൽ അതാ മലക്ക് വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ സ്വാഗതം ചെയ്യുകയാ. കാരണം ദുനിയാവിൽ ഒരുപാട് നന്മകൾ ചെയ്തവനാണ്. സലാം പറഞ്ഞ മലക്കിനെ സ്വാഗതം ചെയ്യുകയാ. മലക്കുകൾ ചിരിക്കുകയാ. എന്നിട്ട് അവനോട് സ്നേഹത്തോടെ പറയുകയാ, ഇർജിഇ ഇലാ റബ്ബിക റളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. കരയണ്ടടാ പൊന്നുമോനെ, നീ പോകുന്ന സ്വർഗമിതാണ്, നീ പോകുന്ന സ്വർഗമിതാണ് എന്ന് പറഞ്ഞ് നിന്റെ കണ്ണിന്റെ മുന്നിലോ മുന്നിറന്ന് കീറുന്ന രണ്ട് മലക്കുകളോ കൂട്ടുകാരനെ പോലെ കൂടെ കൂടുകയാ. എന്നിട്ട് നിനക്ക് സ്വർഗം കാണിച്ചു തരികയാ. നിന്റെ കബർ പ്രകാശിപ്പിക്കുകയാ. 1000 മൂടിയ കിടക്കുന്ന കബർ പ്രകാശിപ്പിക്കുകയാ. 6 മണ്ണ് വിശാലമാക്കുകയാ. എന്നിട്ട് കബറിനകത്ത് നിനക്ക് സന്തോഷത്തിന്റെ രാപ്പകലുകൾ തരികയാ. സഹോദരാ ചിന്തിക്ക, സഹോദരി ചിന്തിക്ക. ദുനിയാവിന്റെ ലോകത്ത് ഹറാമുകൾ ചെയ്തവനാണെങ്കിൽ നീ കബറിൽ കിടന്ന് നരകിക്കുകയാ. ഇനി അൽഹംദുലില്ലാഹ് നന്മ ചെയ്തവനാണെങ്കിൽ കബറിന്റെ ഉള്ളില് സ്വർഗത്തിന്റെ പരിമളങ്ങൾ അടിച്ചു വീശുകയാ. കണ്ടിട്ടില്ലേ പള്ളിയിലെ മയ്യാര് പള്ളിക്കപ്പള്ളിയിൽ ഉസ്താദ് വന്നിട്ട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ പടച്ചവന്മാരെ കബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ, മണ്ണറ മണിയറയാക്കണേ അല്ലാ എന്ന് പറയുമ്പോ മോൻ മോൻ അടുത്ത മോൻ പറയും ഇവിടെ 40 മട്ടൻ വേണോ ചിക്കൻ വേണോ എന്ന് അടുത്ത മോൻ. വേറെ മോനാണെങ്കിൽ അതിനപ്പുറം. അങ്ങനെ അടിയിടന്നോണ്ടിരിക്കുക. സഹോദര, ഇന്ന് 3-ാം പാർട്ടിയെ 40 ഒരു ചടങ്ങല്ലേ. ഞാൻ പറയുന്നത് വിഷമായിട്ട് തോന്നരുത്. 3-ാം പാർട്ടിയൊക്കെ എന്തിനാ മക്കള് നടത്തണേ? ല്ലാത്തോണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മമാരെ ചിന്തിക്ക്. ഇന്നത്തെ പ്രിയപ്പെട്ട മക്കൾ ആ രീതിയിലായി പോയി. 3-ാം പാർട്ടി 40 ഒക്കെ അല്ലെ, ഞാൻ പറഞ്ഞ സത്യമല്ലേ പ്രിയമുള്ളവർ? ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മക്കളൊക്കെ അധംപതിച്ചു പോകുന്നു ഓർക്കുമ്പോ ഇന്നൊരു പ്രിയപ്പെട്ട സഹോദരൻ പറയാം, ഉസ്താദേ 40 ഉണ്ടല്ലോ, അത് നമുക്കൊരു ഞായറാഴ്ച ആകണം, അതൊരു 25ാമത്തെ ദിവസത്തിലാണ് വരുന്നത്, ആക്കാൻ പറ്റുമോ ഉസ്താദേ? ഞാൻ പറഞ്ഞു എന്താ കാര്യം? ഞായറാഴ്ച ആകുമ്പോ എല്ലാവരും ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ വെച്ചാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വാപ്പാരെ സ്നേഹമുള്ള മോനല്ലേ, ഈ ഒരു 50 ദിവസം കഴിഞ്ഞിട്ട് നടത്താൻ പറഞ്ഞു. ആ ഒരു രീതിയിലേക്ക് കാരണമായി. എന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ചെയ്യുന്ന മറ്റൊരു പരിപാടിയുണ്ട്. എല്ലാ ഉസ്താദന്മാരെയും വിളിക്കും. സത്യമല്ല ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് അവരെ വിളിച്ച് വീട്ടിന്റെ അകത്ത് ഹാളിൽ ഇരുത്തിയിട്ട് ദിക്റൊക്കെ ചെല്ലിപ്പിക്കും. ഉസ്താദന്മാർ അൽഹംദുലില്ലാഹ് അങ്ങനെ ആത്മാർത്ഥോട് ചെല്ലുന്നവരുണ്ട്, അല്ലാതെ ചെല്ലുന്നവരുണ്ട്, പല രീതിയിലൊക്കെ ചെല്ലുന്നവരൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ചെല്ലി ആ സമയത്ത് മക്കളെവിടെ ചിന്തിക്കണം, ഈ മക്കള് ചെല്ലുന്നതിന്റെ 1000 അംശം കൂലിട്ടോ ഉസ്താദല്ല. ഒരു വാപ്പാക്ക് ഒരു ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോഴല്ല, പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോഴല്ല, സ്വന്തം മകൻ ദുആ ചെയ്യുമ്പോഴാണ്. സ്വന്തം മകൻ ചെയ്യൂല. ഉസ്താദ് അവിടെ നിന്ന് ദിക്ർ ചെല്ലുമ്പോ ഇവിടെ പൊന്നുമോനും പ്രിയപ്പെട്ട മക്കളൊക്കെ വെളിയില് ഇറച്ചി വേവിക്കാനുള്ള തിരക്കില്, ബിരിയാണി കൊടുക്കാനുള്ള തിരക്കില്, വരുന്ന ആളുകളെ സ്വീകരിക്കാനുള്ള തിരക്കില്, എന്ത് സഹോദരങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, എല്ലാം തീറ്റിയിലേക്ക് തിന്ന് ജീവിക്കുക എന്ന രീതിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെത്തി നിന്നപ്പോ ഇന്നിപ്പം നോക്കപ്പോ 3-ാം പാർട്ടിയൊക്കെ കാറ്ററിംഗ് കൊടുത്തേക്ക.
കാരണം കാറ്ററിംഗ് സർവീസ് അവരങ്ങ് ചെയ്തോളല്ലോ ഉസ്താദേ. എല്ലാം ഇന്ന് ആ ഒരു രീതിയിലേക്കായി പോയി. ഖബറിനകത്ത് കിടന്ന് ഒരു സമാധാനവും ഇന്നുള്ള പ്രിയപ്പെട്ട അമ്മമാർക്കും കിട്ടുന്നില്ല. അത് സത്യവാ. പണ്ടൊക്കെ എന്റെ ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പോലും സമാധാനം കൊടുക്കാത്ത മക്കളുണ്ട് സഹോദരങ്ങളെ. ഇല്ല, ഉണ്ട്. ഉമ്മ ഖബർ കാട്ടിൽ സന്തോഷത്തോടെ കിടക്കായിരിക്കും. ദുനിയാവിൽ കിടന്ന് മക്കൾ കാണിക്കുന്ന തെറ്റുകള് കണ്ണിന്റെ മുന്നിൽ കണ്ടിട്ട് ആ ഉമ്മമാര് ഖബറിനകത്ത് പോലും കിടന്ന് കരയുകയാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അടംബരിച്ചു പോകുന്നു. എന്തേ കാരണം? ഞാൻ ചിന്തിക്കാറുണ്ട്, എന്താ കാരണമെന്നറിയോ? വേറൊന്നുമല്ല, അവർക്ക് ഹൃദയത്തിലേക്ക് ഖബർ എന്നൊരു പേടിയില്ല. അവരുടെ ഹൃദയത്തിലേക്ക് ഖബർ എന്നൊരു ചിന്തയില്ല. മരിക്കുമെന്നൊരു ചിന്ത പോലും അവർക്കില്ല. അവർക്ക് ഇന്ന് അതിന് ഏറ്റവും പ്രധാന കാരണം എന്റെ ഉമ്മമാരാ. വാപ്പമാര് ഇപ്പൊ ഗൾഫിലാണ്. പിന്നെ രാവിലെ വാപ്പമാര് മക്കൾ കാണത്തു പോലുമില്ല. 5 മണിക്ക് വാപ്പ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 7 മണിക്കാ. അതുകൊണ്ട് വാപ്പാനെ ഒരുപാട് മക്കൾക്ക് ഒരുപാട് ബന്ധമൊന്നുമില്ല. ഉമ്മയാ കാണുന്നത്. ഉമ്മമാരെന്ന് ജനിച്ചു വീഴുമ്പോഴേ തന്നെ മക്കളോട് എന്താ പറഞ്ഞു കൊടുക്കാൻ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഉമ്മമാര് പഠിക്കാൻ ഞാൻ പറയാം, നിങ്ങളെ മക്കള് നിങ്ങളെ വേദനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എഴുതി വെച്ചോ, എന്റെ മോൻ ഡോക്ടർ, എഞ്ചിനീയർ, വക്കീല് എല്ലാം ആവണം, ആയിക്കോളും. അവസാനം നീ പോയിട്ട് ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കിടക്കേണ്ടി വരും. കാരണം എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് പല സ്ഥലങ്ങളിലും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനിച്ചു വീഴുന്ന മക്കളുടെ കാതിൽ തന്റെ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ ഡോക്ടർ മോനാണ് പിറന്നു വീണത്, എന്റെ ഏത് മോൻ ഡോക്ടർ മോനാ പിറന്നു വീണതെന്ന്. അവൻ ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മക്കള്, പ്രിയപ്പെട്ട മാതാപിതാക്കള്. ഇനി എന്റെ മോൻ അതാ IPS കാരൻ, എല്ലാം അവരവർ തന്നെ ചിന്തിക്കുകയാണ്. എന്നിട്ട് പൊന്നുമക്കൾക്ക് അടിച്ചേൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു ഉമ്മമാര് പോലും പറയുന്ന ഉമ്മമാരുണ്ടാകും, അൽഹംദുലില്ലാ മോനെ നാളെ മരിക്കേണ്ടവനാണ് നീ ഖബറിൽ പോയാൽ ഇന്ന ശിക്ഷകളൊക്കെ ഉണ്ട്, ഇവിടെ വേദനകളുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അതിനു വേണ്ടി ജീവിക്കണവിടാ, നിസ്കരിക്കണവിടാ, നിനക്ക് സ്വർഗം മേടിക്കണവിടാ, എന്നിട്ട് വാപ്പച്ചയെയും ഉമ്മച്ചയെയും നീ സ്വർഗത്തിൽ കൊണ്ടുപോകണവിടാ എന്ന് പറയുന്ന ഉമ്മമാരാണോ നിങ്ങൾ? ചിന്തിക്കുമ്മമാരെ, നിങ്ങൾ പറയൂ അങ്ങനെ? നമ്മൾ പറയില്ല. നമുക്ക് പണം മതി, പണം പണം പണം. പണത്തിന്റെ പിറകെ ഇങ്ങനെ ഓടുകയാണ് ആളുകള്. എവിടെ ഓടാനാ ഉമ്മ, എവിടെ ഓടാനാ? പണത്തിന്റെ പിറകെ ഓടിയ ഒരിക്കലും നിങ്ങൾക്ക് പണം കിട്ടാൻ പോണില്ല. ആലോചിച്ച് നോക്ക്. ഓടി 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 അവസാനം മരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ, അല്ലാഹു എത്ര ദയനീയമാണ്. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തികമായ അവസ്ഥകൾ വളരെയേറെ കൂട്ടുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പണ്ടൊക്കെ എന്റെ ഈ ഉമ്മമാര്, ഉപ്പമാരൊക്കെ 10 രൂപയും കൊണ്ട് മുടിച്ചിറങ്ങാടിയോ അല്ലെങ്കിൽ അവിടെ കൊളപ്പാടത്തോ ചെന്നിട്ട് ഒരു ചാള ചോദിച്ച ഇങ്ങനെ കിഞ്ച് കണക്കിന് ചാളിട്ട് തരൂലേ? ഇന്ന് 10 രൂപ കൊണ്ടൊരു ചാള തരുമോ? ഓട്ടിക്കും. കാരണം 10 രൂപക്ക് ഒരു വില ഇല്ലാണ്ടായി. 10 രൂപക്ക് ഒരു വിലയില്ലാണ്ടായി. 100 രൂപക്ക് പോലും മീൻ കിട്ടാറില്ല. പിന്നെ 500 രൂപ വേണം നല്ലൊരു മീൻ മേടിക്കണമെങ്കിൽ. ആ ഒരു രീതിയിലേക്ക് എത്തിപ്പോയി സാമ്പത്തികം. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ 500 ഒന്നുമല്ല, 1000 കൊടുത്താലും തികയാത്ത അവസ്ഥയിലേക്ക് വരും. അങ്ങനെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ എത്ര കിട്ടിയാലും നമുക്ക് തികയൂല പ്രിയപ്പെട്ടവരെ, എത്ര കിട്ടിയാലും നമുക്ക് തികയൂല. ആ രീതിയിലേക്ക് നമ്മൾ പോകുമ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പണമല്ല മോളെ വലുത്, പണമല്ല ചെറുപ്പക്കാരാ വലുത്, ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസാണ് നമുക്ക് വലുത്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഈ ആഫിയത്ത് നഷ്ടപ്പെട്ടു പോയാൽ, ഈ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മളെ നോക്കാൻ ആരും കാണൂല. എത്ര കൂടപ്പറപ്പെന്ന് പറഞ്ഞാലും എത്ര കൂട്ടുകാരെന്ന് പറഞ്ഞാലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ തളർന്നു പോയാ, നമുക്കൊരു രോഗം വന്നാ നമ്മളെ നോക്കാൻ ഒരാളും കാണൂല. ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് ആഫിയത്തുള്ള കാലഘട്ടത്തിൽ അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു നിന്നെ കൈവിടൂല പൊന്നുമോളെ, കൈവിടൂല. ഞാനിത് പറയാനുള്ള കാരണം എന്റെ ഉപ്പമാരും മക്കളെ വളർത്തുന്നതോ പണത്തിന് വേണ്ടി ആയി പോയത് കൊണ്ടാണ്. ഞാനിത് പറയാൻ പറഞ്ഞതാണ്. എല്ലാം പണത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മമാര് മക്കളെ വളർത്തുന്ന കാലം. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഖബറിനകത്ത് നമ്മളെ കൊണ്ട് കിടത്തുമ്പോഴും 3-ാം പാത്യവും 40-ാമത്തവൊക്കെ പണം എന്നുള്ള രീതിയിലാക്കി പോയത്. അതുകൊണ്ട് ഇന്നു മുതൽ എന്റെ ഉമ്മമാര് ചെയ്യേണ്ടിയുള്ള കാര്യം മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. ഖബറിനെ കുറിച്ച് ഇന്നത്തെ മക്കൾ കേൾക്കുക, പറഞ്ഞു കൊടുത്താ ഇല്ല, വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ അതാ റഹ്മാൻ എന്ന മലക്ക് വന്ന്
വന്നിട്ട് കഴിഞ്ഞിട്ട് പോകുന്നു. മുൻകർ നക്കീർ എന്ന മലക്ക് വന്നിട്ട് പോകുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാ മുൻകർ നക്കീർ എന്ന മലക്കുകളൊക്കെ പോയതിനു ശേഷം ഇനി ആ കബറിന്റെ അവസ്ഥയാണത് ദയനീയം. എന്റെ പ്രിയപ്പെട്ടവര്, അതാ കബറിനകത്തുനിന്ന് 3 ദിവസം കഴിയുമ്പോ നമ്മുടെ മേനിയുണ്ടല്ലോ, എന്റെ ഉമ്മമാർക്ക് ഒരുങ്ങാനും വല്ലാത്ത ഇഷ്ടമാണല്ലോ. പലതരത്തിലുള്ള മോഡൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് റോട്ടിലൂടെ നടക്കുന്ന ഉമ്മ. ഇന്ന് മേക്കപ്പിന്റെ കാലമല്ലേ, പലതരം മേക്കപ്പുകൾ ഇട്ടുകൊണ്ട് ചെറിയ കുട്ടികൾ വരെ, 5ഉം 6ഉം വയസ്സുള്ള ചെറിയ കുട്ടികൾ വരെ ചുണ്ടിൽ ലിപ്റ്റിക്കിടുന്ന കാലമല്ലേ. അല്ലാഹുവേ, മുടിയുടന്ന് കറുപ്പിക്കുന്ന കാലമല്ലേ. ഇങ്ങനെയൊക്കെ ശരീരങ്ങളെ ചെത്തി പിടിക്കിട്ട് നടക്കുന്ന മോളെ, നടന്നോ പെങ്ങള്, നടന്നോ മോളെ. ആര് പറഞ്ഞാലും കേക്കണ്ട കേട്ടോ. ചെറുപ്പക്കാരാ, നിങ്ങളോട് മുടി വെട്ടാൻ പറഞ്ഞാല് കേൾക്കൂലല്ലോ. നിങ്ങളോട് മാന്യമായ വസ്ത്രം ധരിക്കാൻ പറഞ്ഞാല് കേൾക്കൂലല്ലോ. നടക്ക് എല്ലാവർക്കും പുച്ഛമാണല്ലോ. എന്താ വരാറുണ്ട് മോളെ, ഒരു ദിവസം വരാറുണ്ട്. കൊണ്ടുപോയ കബറിന്റെ ഉള്ളിൽ നിങ്ങൾ കിടത്തുമ്പോ അതാ വരികയാ, ചിതലുകളെ കിടന്ന് വരികയാണ്. ചിതലും പുഴകള് താവലം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നത്. പന്മർന്ന കോമള പ്രതുലമായ ശരീരമിൽ സമരത്തിലാണവർ പരസ്പരം തിന്നുന്നത്. നിന്നെ കൊണ്ട് വെക്കുമ്പോഴേ അവർക്ക് സന്തോഷമാ. അവര് പറയുകയാണ്, വാടാ നമുക്ക് പുതിയ ഇരയെ കിട്ടിയിട്ടുണ്ടടാ എന്ന് പറഞ്ഞിട്ട് നിന്റെ കണ്ണിലേക്കാണ് ആദ്യമായിട്ട് പുഴുക്കളോ മുത്തക്കാവ് പള്ളിയുടെ കബർസ്ഥാനിൽ കൊണ്ട് നിന്നെ കബറടക്കിയിട്ട് എല്ലാരും തിരിച്ചു പോകുമ്പോ ആദ്യമായി പുഴുക്കൾ വന്നിട്ടോ നിന്റെ കണ്ണിലേക്ക് കയറുകയാ കുഞ്ഞുങ്ങള്. എന്നിട്ടാ കണ്ണടാ പുഴുക്കൾ ഇങ്ങനെ കൊത്തിപ്പറിക്കുകയാ. അല്ലാഹുവേ, ആരെങ്കിലും ചിന്തിച്ചു നോക്ക്. എന്നിട്ട് നിന്റെ ശരീരത്തിലേക്ക് പുഴുക്കൾ കയറുകയാ. ഓരോ ഭാഗവും ഇങ്ങനെ കൊത്തി വലിച്ച് തിന്നുകയാണോ. ആ സമയത്തടാ എന്റെ മുഖമെങ്ങാനും കണ്ടുപോയാ കൊച്ചുപെങ്ങള് നിന്റെ ഇൻസ്റ്റഗ്രാമിനകത്ത് കാണാൻ എത്ര സുന്ദരിയാ. ഇന്ന് റീൽസിന്റെ കാലമല്ലേ. എന്റെ പ്രിയപ്പെട്ട 14, 18 വയസ്സായ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ആ മക്കളും ഇൻസ്റ്റഗ്രാമിന്റെ ഉള്ളിലോ കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങള് കണ്ട ഏറ്റവും കൂടുതൽ അതിനകത്ത് തെറ്റ് ചെയ്യുന്നത് മുസ്ലിം പെണ്ണുങ്ങളാ. പറയാതിരിക്കാൻ കഴിയൂല പ്രിയപ്പെട്ടവര്. എന്റെ ഉമ്മമാർക്ക് ഒരു പക്ഷേ അറിവുണ്ടാകണമെന്നില്ല. നമ്മളെ വളർന്നു വരുന്ന മക്കളുണ്ടല്ലോ, ആ ഇൻസ്റ്റഗ്രാം തുറന്നു വെച്ച് കാണിക്കുന്ന കോമാളിത്തരം കണ്ട 6ാം നൂറ്റാണ്ടിലെ കാട്ടുറവികളുടെ പെണ്ണുങ്ങൾ വരെ തോറ്റുപോകുന്ന തരത്തിലേക്കോ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പെൺമക്കൾ പോവുകയാ. പക്ഷേ നാളെ കബറിന്റെ ഉള്ളിലോ നിന്റെ പ്രായമുള്ള എത്ര പേരുടെ ജനാസ കൊണ്ടുവന്ന് കബറടക്കിയതെന്നറിയുമോ. നിനക്കിതൊക്കെ കേൾക്കുമ്പോൾ നന്നാകണമെന്ന് തോന്നുന്നില്ല എങ്കിലോ മുത്തക്കാവ് പള്ളിയിൽ ഒരു ദിവസം പോണം പൊന്നുമോള്. എന്നിട്ട് കബർസ്ഥാനത്ത് പോയി നോക്ക് പൊന്നുമോള്. അവിടെ വീസാ കല്ലിലോ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവര്. 16 വയസ്സായ പൊന്നുമോളുടെ പേരോ, 20 വയസ്സായ നിന്റെ പ്രായമുള്ള പൊന്നുമോളുടെ പേരോ, 30 വയസ്സായ നിന്റെ പ്രായമുള്ള പൊന്നുമോളുടെ പേരോ. നിന്റെ കൂടെ പഠിച്ച പലരും ഇന്ന് 6 അടി മണ്ണിലല്ലേ. അവരെ ശരീരത്തിലേക്ക് പുഴുക്കൾ കയറിയതുപോലെ നിന്റെ ശരീരത്തിലേക്ക് പുഴുക്കളങ്ങ് കയറുകയാ. എന്നിട്ട് കൊത്തി വലിച്ചു നമ്മുടെ ശരീരമങ്ങ് തിന്നുകയാ. അതുകൊണ്ടല്ലേ അലി ഇബ്നു അബീ താലിബ് തങ്ങളാ അവിടെ നമ്മൾ പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു പോയതോ. അതാ അലി തങ്ങൾ ഒരു ദിവസം സ്വപ്നത്തിലാ. അന്നത്തെ ദിവസം